2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. തുലാക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. വീട്ടിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം വാങ്ങാൻ സാധിക്കും. കുറേ നാൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് വീട്ടിലെ എല്ലാ സാധനവും, വിശേഷിച്ച് ഇപ്പോൾ ചൂട് സമയമായിട്ട് AC മറ്റുള്ളത് ഇതെല്ലാം വാങ്ങുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ തുലാക്കൂറുകാർക്ക്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കാനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടത്തുവാനായിട്ടും സാധിക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ മനസ്സിന് ദുഃഖമുണ്ടായിരുന്നത് അത് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ പദവികളിൽ ചില സ്ഥാനചലനങ്ങൾ ഉണ്ടാകാതിരുന്നതും അത് മാറിക്കിട്ടുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ അപേക്ഷിച്ചത് അത് ശരിയായി കിട്ടുന്നു. അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ കിട്ടുന്നു. കുടുംബ വഴക്കുകൾ ഏതെങ്കിലും രീതിയിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുകയോ സ്വന്തം കുടുംബത്തിൽ തന്നെ അംഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുകയോ ചെയ്താൽ അതെല്ലാം മാറിക്കെട്ട് പരിഹരിച്ചു പോകുന്നു. അതുപോലെ വീടോ സ്ഥലമോ തോട്ടമോ ഒക്കെ വാങ്ങുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടി ഈ തുലാക്കൂറുകാർക്ക് ഈ മാസമുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ഭയം ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ശ്രമിച്ചാൽ പല നല്ല രീതികളിലൂടെയും നല്ല വഴികളിലൂടെയും ധനസമ്പാദനം സാധിക്കാവുന്നതാണ്. അതുപോലെ പല അസുഖങ്ങളും എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ദൈവകൃപ പല കാരണങ്ങളാലും ലഭിക്കാതിരുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറിക്കിട്ടുന്നു. ആയതിനാൽ നിങ്ങൾ പൂജ, ആരാധന, മതപരമായ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് കർഷകർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില ഗ്രഹങ്ങളെല്ലാം മോശം രാശികളിലാണ് സഞ്ചരിക്കുന്നത്, അതിനാൽ മോശഫലങ്ങൾ ലഭ്യമാകാം. കാർഷിക വിളകൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള സംരക്ഷണം നിങ്ങൾ നൽകേണ്ടതാണ്. വെള്ളം, വളം അതെല്ലാം കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ള വ്യാപാരം നടത്തുന്നവരാണെങ്കിൽ അവിടെ ആ വ്യാപാര സ്ഥലത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ വ്യാപാര സ്ഥാപനത്തിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അത് പരിഹാരം നിങ്ങൾ സ്വീകരിക്കേണ്ടതും ആകുന്നു. ഇനി ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളിലെ വയസ്സിനനുസരിച്ചാണ് ഞാൻ ഫലങ്ങൾ പറയുന്നത്. ആദ്യം ചിത്തിര നക്ഷത്രക്കാർക്കുള്ളതാണ്. 18 വയസ്സ് വരെയുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും നിങ്ങളെ വിട്ട് പോകുന്നതിനോ ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിനും ഏതിനെയും ഒരു ഭയം വരാം. കാരണം ഒരു സംരക്ഷണം ഉണ്ടായിരുന്നത് മാറിപ്പോയി, അതുകൊണ്ട് ഇനി ആരെ ആശ്രയിക്കും, ആര് സഹായത്തിനുണ്ടാകും എന്നുള്ളൊരു ഭയം എല്ലാവർക്കും, വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാം. വിശേഷിച്ച് ഈ കുട്ടിക്ക് ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സഹായിക്കാനില്ല എന്നൊരു അവസ്ഥ വന്ന് ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് മാറിപ്പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയുടെയും ജോലി സംബന്ധമായിട്ട് മാറിപ്പോകുന്നതിനും ഒരു സാധ്യതയുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ഇതിൽ ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്. നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യമുള്ളതിനാൽ അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ജോലി അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അവർക്ക് വളരെ മികച്ച ഒരു ഇതും അന്തസ്സുള്ളൊരു ജീവിതവും അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും ഉള്ളൊരു ഭാഗ്യം അവർക്കുണ്ടാകുന്നു. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭിക്കുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായ ആൾക്കാർ ചിലപ്പോൾ ചില രീതിയിൽ നിങ്ങൾ വിട്ട് കള്ള പരാതികൾ കൊടുക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കുറ്റം ആരോപിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. ഇതിൽ ചിലർ കള്ളപ്പരാതികളൊക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതെല്ലാം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങളത് നിരപരാധിയാണെന്ന് കണ്ട് അതിൽ നിന്നെല്ലാം നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ബന്ധുമിത്രാദികൾ പലരും തെറ്റിദ്ധാരണ മൂലം പോയവരും തിരിച്ചു വരുന്നു. പിന്നെ ഇനി ചിലർ സ്വദേശം വിടാതെ ഇവിടെ തന്നെ താമസിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതെല്ലാം മാറിക്കിട്ടി അവർക്ക് മനസ്സിനും ശരീരത്തിനും ശാന്തി ലഭിക്കുന്നു. ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ്. മനോവിചാരങ്ങളായിട്ടുള്ള ഡിപ്രഷൻ പോലുള്ളവ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. വളരെയധികം ശാന്തി ലഭിക്കുന്നു. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ കാലഘട്ടങ്ങളിൽ കാണുന്നില്ല.
70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പേരക്കുട്ടികൾക്കും മക്കളുമായിട്ടും സുഖമായിട്ടൊരു നല്ല ജീവിതം അവർക്ക് നയിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഭാഗ്യം അവർക്ക് ലഭിക്കുന്നു. പിന്നെ നിക്ഷേപ പദ്ധതികളിലുള്ള ഒരു ധനത്തിൻ്റെ കാര്യം മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. നല്ല രീതിയിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പണം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അതിൻ്റെ പലിശ ഇതെല്ലാം ഉൾപ്പെടെ ലഭിക്കാം. പക്ഷേ മോശപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ആ പണം തന്നെ ലഭിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണുന്നുണ്ട്. അടുത്ത് ചോതി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ചോതി നക്ഷത്രക്കാർക്ക് പല രോഗങ്ങളും വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വലിയ രോഗങ്ങളൊന്നുമല്ല, ബാല്യകാലത്തുള്ള ചെറിയ രോഗങ്ങളാണ്. അതുപോലെ ഇതിൽ ചില ചോതി നക്ഷത്രക്കാർക്ക് പക്വതയില്ലാത്ത, പ്രായത്തിനനുസരിച്ചൊരു പക്വതയില്ലാത്ത ഒരു അവസ്ഥ ചിലർക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ഭയം വരുന്നതിന് സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും എല്ലാത്തിനോടും ഒരു ഭയം വരാം. അതൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായ ഭയം ഉണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊരു മാനസിക വിദഗ്ധൻ്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചില ആപത്തുകൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദാരിദ്ര്യം ഇതിൽ ചിലർക്ക് അനുഭവിക്കാം. അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ വരുന്നതിനും ഒരു സാധ്യത ചിലർക്കുണ്ട്. എന്നാൽ പിന്നീട് അത് ക്രമേണ എല്ലാം ആ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും മാറി ഉയർച്ചയിലേക്ക് എത്തുന്നതായിട്ടും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അവർ ആ പല പ്രയാസങ്ങളെല്ലാം മാറി അല്പാൽപമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പുരോഗതി കൈവരിക്കാൻ തുടങ്ങുന്നു. അവർക്ക് ധനവും ധാന്യങ്ങളും നല്ല വസ്ത്രങ്ങളും അവർക്ക് യഥേഷ്ടം വാഹനങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്നു. ഇതിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസം, നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതനുസരിച്ചുള്ള അവർക്ക് നല്ലൊരു തൊഴിലും ലഭിക്കുന്നു. അതുമൂലം അവർക്ക് നല്ല സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നു. നല്ല ഭൂസ്വത്തും എല്ലാം ലഭിക്കുന്നു. ഇതിൽ ചിലർക്ക് അധികാരമുള്ള ജോലി കിട്ടുന്നതിനും ഒരു സാധ്യതയുണ്ട്. ജനങ്ങളെ സേവിക്കുന്നതിന് അധികാര സ്ഥാനങ്ങളിലുള്ള നല്ല ജോലി അവർക്ക് കിട്ടുന്നതിനുള്ള ഭാഗ്യവും കൂടി ഈ ചില ചോതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ നിങ്ങളോട് അസൂയ മൂലം ചില കള്ള പരാതികളൊക്കെ കൊടുക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ പരാതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നാട്ടിലൊക്കെ അപഖ്യാതി പറഞ്ഞു വരുത്തുന്നതിനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട. അത് കാലക്രമേണ അതെല്ലാം നിങ്ങൾ അതിലൊന്നും നിരപരാധിയാണെന്ന് കണ്ട് ജനങ്ങൾ തന്നെ അത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്നവർ തന്നെ അതെല്ലാം മറക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയം നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്തി ഒരു മാനഹാനി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർ അന്യ സ്ത്രീകൾ നിമിത്തവും സ്ത്രീകൾ അന്യ പുരുഷന്മാർ നിമിത്തവുമുള്ള എല്ലാവിധ ഇടപാടുകളും വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടന്നു കിട്ടുന്ന ഒരു സമയമാണ്, നല്ലൊരു സമയമാണ്. അവർക്ക് ജീവിതത്തിലെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഉയർന്ന തസ്തികയിലേക്കുള്ള ജോലി ലഭിക്കാം. അതുപോലെ തന്നെ പല രീതിയിലും അവർക്ക് ഉള്ള ഗുണങ്ങൾ അവർക്ക് ധാരാളം ലഭിക്കുന്നു. ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒത്തുചേരലുകൾ നടക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ ചിലർക്ക് പ്രമേഹ രോഗമുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതും കൃത്യമായ വൈദ്യപരിശോധന നിങ്ങൾ നടത്തുന്നുവെങ്കിൽ അതും പ്രശ്നമില്ലാണ്ട് പോകാം. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്കാണ്, ചില ജ്യോതി നക്ഷത്രക്കാരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കാണ്. ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ അതെല്ലാം മാറാവുന്നതേ ഉള്ളൂ. അതുപോലെ നിങ്ങളുടെ വസ്തുവകകൾ സംബന്ധിച്ചൊരു കേസ് അല്ലെങ്കിൽ തർക്കങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അതിന് തർക്കം വന്നാലും മതിയാവും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ഒഴിഞ്ഞു കിട്ടുന്നതിനുള്ള ഒരു കേസാവ് വഴക്കും ബഹളങ്ങളും തർക്കങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളെ ബലമായി ഇതിൽ ചിലർ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ വസ്തുവകകളും പണവും ഒക്കെ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടക്കാനും ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലയളവിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ ക്രയവിക്രയങ്ങളും വളരെ ശ്രദ്ധിച്ചും ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ അബദ്ധം വരും. 71 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുന്നു. ധാരാളം ധനം ലഭ്യമാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ നിക്ഷേപ പദ്ധതികളെല്ലാം പൂർത്തിയായി അതിൽ നിന്ന് വലിയൊരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കാം. ചെറിയ ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഇതിൽ ചില ചോതി നക്ഷത്രക്കാർക്ക്
ഈ വയസ്സായ കാലത്ത് സർക്കാരിൽ നിന്ന് ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ഒരു ഔദ്യോഗികപരമായുള്ളൊരു വാഹനം നിങ്ങൾക്ക്, അതായത് ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ച വാഹനം, അതിൽ സഞ്ചരിക്കുന്നതിനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത് വിശാഖ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സമ്പത്ത് ലഭിക്കാം, ഐശ്വര്യം ലഭിക്കാം, ആരോഗ്യം ലഭിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക്, ഇതിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് അവരുടെ അച്ഛനമ്മമാരുടെയും ജാതകവശാലുള്ള സമയം മോശമായത് കാരണം ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം കൂട്ടുകെട്ടുകളിൽ കുട്ടിക്ക് മോശമാണെങ്കിൽ പല രീതിയിലുള്ള പോലീസ് പരാതികളും കോടതി നടപടികളും വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു കെണിയിൽപ്പെടുകയാണെങ്കിൽ വിദ്യാഭ്യാസം മുടങ്ങുന്നതിനൊരു സാധ്യത കാണുന്നു. അല്ലാത്തവർക്ക് വിദ്യാഭ്യാസം മുടങ്ങുന്നില്ല. തുടർ വിദ്യാഭ്യാസവും അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഒക്കെ ഇതിൽ ചിലർക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഈ സമയം ഒരു തൊഴിൽ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തൊഴിൽ ഉപേക്ഷിക്കരുത്. അത് ഉപേക്ഷിച്ചാൽ വേറൊരു തൊഴിൽ ലഭിക്കുക എന്നുള്ളൊരു പ്രയാസമാണ് ഈ സമയത്ത്. അത് കഴിഞ്ഞാൽ നല്ല തൊഴിൽ ലഭിക്കും. പക്ഷെ നിലവിലുള്ള തൊഴിലിൽ ഇരുന്നു കൊണ്ട് നല്ല ഗുണമുള്ള തൊഴിലിന് ശ്രമിക്കുകയും അത് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് പറ്റിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു. നല്ല മിത്രങ്ങൾ അവർക്ക് ലഭിക്കാൻ ഒരു സമയമാണിത്. അതുപോലെ നല്ല തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനാൽ അതുമൂലം അവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും വീടും സ്ഥലവും വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് സ്വന്തമാക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ ധനധാന്യ സമൃദ്ധികൾ ധാരാളം ഉണ്ടാകുന്നു. ശരീരത്തിലെ പല രീതിയിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നു. അലർജിയുടെ ചില ശല്യങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. തൊഴിലിലും നല്ല രീതിയിൽ പുരോഗതി കാണുന്നു. പ്രൊമോഷൻ ലഭിക്കുന്നതിനും അല്ലെങ്കിൽ കുറച്ച് നല്ല ജോലി വേറെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ ജന്മനായുള്ള കലാ സാംസ്കാരിക രംഗങ്ങളിലുള്ള കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ലഭിക്കുന്നു. അതുമൂലം ജീവിതത്തിൽ വളരെ പുരോഗതി ഉണ്ടാകുന്നതിനും ഭാഗ്യമുണ്ട്. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ധാരാളം ധനങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഐശ്വര്യം നിലനിർത്താൻ വേണ്ടിയുള്ള പൂജകൾ ഈ സമയം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പൊതുവേ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീട് വാങ്ങുന്നതിനും അല്ലെങ്കിൽ പണിയുന്നതിനും നല്ല വാഹനം വാങ്ങുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. കൂടാതെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനാൽ അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഈ സമയം കാണുന്നുണ്ട്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലറ ചില്ലറ അസുഖങ്ങൾ വരുമെങ്കിലും അതെല്ലാം നല്ല ചികിത്സയിലൂടെ മാറിക്കിട്ടുന്നതാണ്. അവർക്ക് നല്ലൊരു ശാരീരികപരമായും മാനസികപരമായും നല്ല ഉയർച്ചയുള്ള ഒരു ഭാഗ്യമുള്ള ഒരു സമയമാണ് അവർക്ക്. അതുപോലെ തന്നെ ചില സാംസ്കാരിക സംഘടനകളുടെ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ വലിയ ട്രസ്റ്റിൻ്റെ സ്ഥാനങ്ങൾ വഹിക്കുന്നതിനും ഭാഗ്യം ലഭിക്കുന്നു. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.